അനീഷിനോടുള്ള ആദിലയുടെ പെരുമാറ്റത്തെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഷാനവാസ്. അനീഷിനോടുള്ള നിന്റെ പെരുമാറ്റം വളരെ മോശമായിട്ടാണ് തോന്നുന്നത്. നിനക്ക് എന്തിനാണ് ഇത്രയ്ക്കും വാശി? അവനും വാശിയുള്ളത് നിനക്ക് അറിയാവുന്നതല്ലേ? നിങ്ങൾ രണ്ടുപേരും വിട്ടുകൊടുത്തില്ലെങ്കിൽ എന്താണ് ഇങ്ങനെയെന്നെല്ലാമാണ് ഷാനവാസ് ചോദിക്കുന്നത്. ആ സമയം ആദില പറഞ്ഞു, അയാൾ എന്നെ ചൊറിയാൻ നിന്നിട്ടല്ലേ എൻ്റെ വായിൽ നിന്നുള്ളത് കേൾക്കേണ്ടി വരുന്നത്. അയാൾക്കൊരു ഭാഗത്ത് മിണ്ടാതിരുന്നാൽ പോരെ. എന്നെ ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ നോക്കി നിൽക്കണമെന്നാണോ ഇക്ക പറയുന്നത്? അങ്ങനെയല്ല ആദില, നീ കുറച്ച് ദിവസമായി അവനോട് പെരുമാറുന്നത് ഞാൻ നോക്കിക്കാണുന്ന ഒരു വ്യക്തിയാണ്. നിനക്ക് അറിയാമല്ലോ ഞാനും അനീഷും പണ്ട് എങ്ങനെയായിരുന്നു എന്ന്. ഞങ്ങൾ തമ്മിൽ നല്ല അടിയായിരുന്നു. ആ അടിയിലും ഞങ്ങൾ പിണക്കം മാറ്റുവാൻ വേണ്ടി കുറച്ച് സമയം കണ്ടെത്താറുണ്ടായിരുന്നു. അവന് താല്പര്യമില്ലെങ്കിലും അവൻ്റെ പിന്നാലെ ഞാൻ നടക്കുന്നതെല്ലാം നീ കണ്ടിട്ടില്ലേ? അത് എനിക്ക് അവനോട് ദേഷ്യമുണ്ടെങ്കിൽ ആ സമയം ആ ദേഷ്യം പറഞ്ഞു തീർക്കുക, അല്ലാതെ അത് ഇങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ? നിനക്ക് അവനോട് ദേഷ്യമുണ്ടെങ്കിൽ ആ സമയം മാത്രം പെരുമാറുക, അല്ലാതെ തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം നീ എന്തിനാണ് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത്? പിന്നെ നിന്റെ ഡ്യൂട്ടി നീ കൃത്യമായി ചെയ്യേണ്ടതല്ലേ? നീ ഡ്യൂട്ടി ചെയ്യാത്തത് കൊണ്ടല്ലേ അവൻ വന്ന് ഇങ്ങനെ വിളിക്കുന്നത്. അവൻ വിളിച്ചു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് നിനക്ക് സംസാരിച്ചുകൂടെ? വരാമെന്ന് നിനക്ക് മര്യാദയ്ക്ക് പറഞ്ഞാൽ മതിയല്ലോ. ആ സമയം നീ ചൊറിയാൻ നിൽക്കും. അപ്പോൾ പിന്നെ അവനും പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ വിട്ടുകൊടുക്കണ്ടേ? എന്തിനാണ് ഇങ്ങനെ ഓരോ ഇഷ്യൂസ് ഉണ്ടാക്കുന്നത്? ഇത് സത്യം പറഞ്ഞാൽ നല്ല ബോറാണെന്നാണ് ഷാനവാസ് ആദിലയോട് പറഞ്ഞത്. ഷാനവാസിന്റെ ഓരോ വാക്കുകൾ ആദില നന്നായി കേട്ടിരുന്നു. പിന്നെ ഒന്നും പറയാതെ നിന്നു. ചിലപ്പോൾ നാളത്തെ എപ്പിസോഡിലെല്ലാം അനീഷുമായി നല്ല രീതിയിൽ സംസാരിക്കുവാൻ സാധ്യതയുണ്ട്. കൂടുതൽ BB അപ്ഡേറ്റ്സ് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.